ഗുരുവായൂർ അമ്പലത്തിൽ ജോമോൻ വരുന്നിടം തൊട്ട് തിയേറ്ററിൽ കൈയ്യടി തുടങ്ങുകയാണ്. എത്ര പാട്ടാണ് അതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കാരണം പൃഥ്വി, ബേസിൽ, അത്രയും വലിയൊരു ബാനർ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ, പ്രത്യേകിച്ച് ഹ്യൂമർ ചെയ്യുമ്പോൾ? ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രോപ്പർ നമ്മൾ ചെയ്ത് നോക്കുമായിരുന്നു. ഒരു 2-3 ജഗദീശേട്ടനൊക്കെ ഉണ്ട്. അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അവര് സിമ്പിളായിട്ട് നമ്മുടെ കൂടെ നിന്നോട് ചെയ്യാൻ പറ്റി. സിമ്പിളായിട്ട് പറഞ്ഞു. ഇപ്പൊ സാന്റോയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ ഒരു കഥയുടെ എഴുത്ത് എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളുണ്ടാവും, വെട്ടലുകളും തിരുത്തലുകളും. അപ്പം ഹലോ മമ്മിയുടെ ഒരു എത്രത്തോളം ഡ്രാഫ്റ്റ് എത്ര പ്രാവശ്യം മാറ്റി? 6 ഡ്രാഫ്റ്റ് മൊത്തമായിരിക്കുന്നത്. 6ാമത്തെ ഡ്രാഫ്റ്റിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി നമ്മൾ ആദ്യം ഒരു 1 ലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ പോകുക എന്നുള്ളതാണ്. അത് അവസാനം ആക്ടേഴ്സിനോട് പറഞ്ഞു കഴിയുമ്പോൾ, ഇപ്പം ഷറഫ് വന്നു, ഷറഫിനോട് ബേസിക്കലി സ്ക്രിപ്റ്റ് വായിച്ചു, കഥ പറഞ്ഞു, കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ആക്ടറിന് വേണ്ടിയിട്ടൊരു മാറ്റമുണ്ട്. അത് ഇപ്പം ഐഷു ആണെങ്കിലും ബാക്കി ജഗദീഷ് ചേട്ടനുണ്ട്, നമ്മുടെ ജോണി ആൻറ്റി ചേട്ടനുണ്ട്, ബിന്ദു പണിക്കർ ഉണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മാറ്റങ്ങൾ പിന്നെയും വരുത്തിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് മാറ്റാൻ പറഞ്ഞു എന്നല്ല കേട്ടോ. ഇല്ല, ഇവർക്കെല്ലാം അത് കാരണം ജഗദീഷ് ചേട്ടൻ പറയുന്ന ക്യാരക്ടറിന്റെ ഒരു മോഡുലേഷൻ ഉണ്ട്. ആ മോഡുലേഷനിൽ ചില ഡയലോഗ് നമുക്ക് മാറ്റേണ്ടി വരും. അത് നമ്മൾ തന്നെ പേഴ്സണലായിട്ട് ചെയ്യുന്ന വർക്കുകളാണ്. അങ്ങനെയാണ്.